ബ്രാഹ്മണ ശാപം വാങ്ങി തലയിൽ കയറ്റിയിട്ട് അത് കടലിൽ കലക്കിക്കളയാൻ ഭഗവാന്റെ മുത്തശ്ശനും അച്ഛനും അമ്മയൊക്കെ കൂട്ടു നിന്നപ്പോ ഗുരുവായൂർ പ്രഭാസത്തിലേക്കും പുറപ്പെട്ടു. അവരെല്ലാവരും അങ്ങനെ പോയി അലയടിച്ച് നീങ്ങാണ്. എങ്ങട്? ചലോ പ്രഭാസം, ചലോ ശംഖോദ്വാരം. ആരും തിരിഞ്ഞു നോക്കണില്ല. എന്ത്? കൃഷ്ണൻ സംബോധന ചെയ്തു. പിന്നത്തെ വാക്ക് പറയാണ്, സമഹൃത്യൈതൽ കുലം നൂനം ലോകം സന്ധ്യക്ഷ്യത്തെ ഭവാൻ. നോക്കൂ, അവനവന്റെ കുലനാശം മാറ്റി പറയണ്ട. ഞാൻ പറയാറില്ല, അത്രേ ഉള്ളൂ. നോക്കൂ, അതിനോട് കഥ പോലെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ സമയമില്ല. ഒരു വള ഒരു ഇപ്പുറത്തെ കയ്യിലേക്ക് മുങ്ങാൻ വേണ്ടിയിട്ട് അതേവരെ ആളുകളുടെ കുറ്റം പറയുന്നു. പങ്കേശൻ പറഞ്ഞു അത്രേ, ബാക്കി മുങ്ങി ആളുകളിരിക്കണം, എന്നാലും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കണതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ജീവിതത്തിൽ പല സംഭവങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഉദ്ധവൻ ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ ബദ്ധൻ മുക്കുതൻ, ബദ്ധൻ എന്ന് പറയുന്ന ആള് ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ ദേവരെ നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷയ്ക്കാണ്. എന്റെ ഗുരുവായൂരപ്പ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഭൂതിയായിട്ട് കിട്ടും. തുടർന്ന് കംസഗീതയെ ഭഗവാൻ അവതരിപ്പിച്ചത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഭക്തിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വിഷയാധ്യായവസ്തുത്വം അതിനെ ഭാഷിക്കുന്നവരോടും കൂട്ടുകൂടാൻ പോകുന്ന പുരാണങ്ങളെ കുറിച്ചും പുരാണങ്ങളുടെ ആചാര്യനായ മാർക്കണ്ഡേയനെ കുറിച്ചിട്ടും കേട്ടു. മാർക്കണ്ഡേയനെ കുറിച്ച് നമുക്കറിയാം. 700 വരെയുള്ളത്, അതായത് 200 മുതൽ 700 വരെയുള്ള ഭക്തജനങ്ങൾക്ക് ചൊല്ലാനുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്രം പോലെ തന്നെ അയ്യപ്പനും നിൽക്കുന്ന ആ ഭാഗത്താണ് അറേഞ്ച് ചെയ്യുന്നത്. വിശ്വകർമാ മനസ്തുഷ്ട അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷപ്രദർജന പ്രഭൂതശില അമൃതശാശ്വതസ്ഥാനോ വരാരോഹോ മഹാനഭ സർവഗ സർവവിദ്വാനോ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാന്തോ വേദവിദ്കവി യോഗാധ്യക്ഷസുരാധ്യക്ഷ ധർമാധ്യക്ഷ വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശു അമോഘ ശുചിരോജിര അതീന്ദ്ര സംഗ്രഹ സർഗോ പ്രധാത്മാ നിയമോ യമ വേദ്യോ വൈദ്യ സദാ യോഗി ഇന്ദോ ഗോവിദാംഗതി മരീചിർദമനോഹംസ സുവർണോ ഭുജഗോതമ ഹിരണ്യനാഭ സുരഭ പത്മനാഭ പ്രജാപതി അമൃത്യു സർവദൃക്സിംഹ സന്ധ്യാത സന്ധിമാസിര അയോ ദുർമർഷണശാസ്ത്ര വിശ്വദാത്മാ സുരാരിഹ ഗുരുനമോ ധാമ സംവൃത സംപ്രവർദ്ധന അഹ സംവർദ്ധോ വഹ്നി അനിലോ ധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വഭൃക് വിശ്വഭൃക് വിഭോ ശാന്തിദ ശ്രേഷ്ഠ കുമുദ കുവലേശയ ഓദിതോ ഗോപരഗോപ ഋഷഭാഷോ ഋഷപ്രിയ അനിവർത്തേ നിവർത്താത്മാ ശോഭനാശന അർച്ചിഷ്മാനർച്ചിരകുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ നിപവിക്രമ കാലനേ വിധികാ വീര ശൗര്യ
ശൂരപദാ വസുപ്രജോ വാസുദേവോ വസുദേവ സർവാസുലയോ നദാ ദർപ്പകാ ദർപ്പദോ ദൃപ്തുരാംഗോ ചതുർയൂഢ ചതുർഗരി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിവേകവാൻ കൃതകർമാ കൃതാഗമാ ഉദ്ഭവ സുന്ദര സുന്ദോ യജ്ഞനാ മഹാഭൂതോ മഹാനിധി കുന്ദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാംശോ മൃതമഹു സർവജ്ഞ അമൂർത്തിനഭോജിന്യോ ഭയകൃതോഗി യോഗീശ സർവകാമദാ ആശ്രമ ശ്രവണക്ഷാമ സുവർണോ വായുനമത്ഭുത സനാൽ സനാതനതമനാശന ഈരക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത അനന്തരൂപ ശ്രീശ പാപനാശന ശംഖ സങ്കീർത്തനം ഇരിക്കണം. അഭിഷേകം ചെയ്യാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു 4 ശ്ലോകം കൂടി ചെല്ലാനുണ്ട്. അവസാന ശ്ലോകം കൂടി ചെയ്യും, പിന്നെ വായിക്കും ചെല്ല്. അത് കഴിഞ്ഞ് ദീപാരാധന. അവരുടെ സ്ഥാനത്ത് ഇരുന്ന് നമുക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ഉപാസനക്രമം ജപം ഒക്കെ ഇരുന്നാണ്. നന്നായിട്ട് പ്രയത്നിച്ചു. ഇപ്പം ചെയ്യട്ടോ. നമ തസ്മൈ ഭഗവതേ സംസാര സർപ്പദഷ്ടം യോ തമ ഉദ്ഭൂതേ ചായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാം ആവിരാസീൽ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാം ശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദ സൗഭഗം തതശ്ച ശൗരി എല്ലാവരുടെയും കൂടി കൂടിയിട്ടുള്ള ഈ യജ്ഞത്തിന്റെ സമർപ്പണാണ്. ഗുരുവായൂരപ്പന് യജ്ഞത്തെ സമർപ്പിക്കുന്നത്. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശംഭോ ശങ്കര ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ശീലമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആദ്യമേ തന്നെ ആചാര്യനോട് സൂചിപ്പിച്ചതാണ്. പക്ഷെ വളരെ നല്ല രീതിയിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഈ സംരംഭം നമ്മുടെ സപ്താഹം വളരെ ഭംഗിയായി നടത്തിയത്. അത് നമുക്ക് 17ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ കുംഭാഭിഷേകം നടക്കേണ്ടിരുന്നത്. അപ്പൊ 4 കൊല്ലത്തോളം നമ്മൾ ഏകദേശം ഇപ്പോ താമസിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് ഒരു ചെറിയ താമ്പൂല പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ വന്ന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഈ സപ്താഹയജ്ഞം. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നതിന് ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പൊ ഭഗവാന് ഒന്നും കൂടി കൂടുതൽ സന്തോഷങ്ങൾ നൽകുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഭഗവാന്റെ കുംഭാഭിഷേകം നടത്താനെന്ന ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഹോമങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ രക്ഷാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി ഭാഗവത സപ്താഹ യജ്ഞമായിരുന്നു നമ്മുടെ ഈ പ്രായച്ചിത്തത്തിന്റെ അവസാനത്തെ പ്രോഗ്രാം. അത് വളരെ ഭംഗിയായി നമ്മുടെ ഭഗവാന്റെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹത്തോടുകൂടി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ദേവസ്വത്തിന് വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആഹ്വാനം എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാനുള്ള സമയം എല്ലാവർക്കും
ആയിട്ടുള്ള ഒരു ചെറിയ നമ്മുടെ ഒരു കലാകാരൻ യജ്ഞാചാര്യന്റെ വെൺമണി പരമേശ്വരൻ നമ്പൂതിരിയുടെ ഒരു രേഖാചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ അത് വളർന്ന് വലിയൊരു അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ആചാര്യന്മാരായിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ ഒരു 10 പൂജയ്ക്ക് വേണ്ടി കടന്നിടത്തെ ക്ഷേത്രത്തിലെ പൂജാരിമാരായ ശ്രീ ചന്ദ്രശേഖർ അഴീകാവ് നാരായണ സമിതി മാരമള്ളി പരാശക്തി നാരായണ സമിതി, ശ്രീ കണ്ടാകാരണ നാരായണീയ സമിതി, കോതകുളങ്ങര ധർമ്മശാസ്ത്ര നാരായണീയ സമിതി, ആരയണ ശ്രീരാമ നാരായണ സമിതി, കുമാരസ്വാമി ക്ഷേത്രം നാരായണ സമിതി, ശ്രീ ശങ്കരനാരായണ നാരായണ സമിതി, ശ്രീ ശങ്കരനാരായണ സമിതി പള്ളുരുത്തി. ഭാഗവതപാരായണം നടത്തുന്ന ശ്രീ ദാമോദരൻ ചേട്ടൻ, മറ്റുള്ള വഴിപാടുകളും കൈകാര്യം ചെയ്ത ശ്രീ മണിലാൽ